പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നീക്കവുമായി ചൈന. സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന പാക് ആവശ്യത്തെ പിന്തുണക്കുന്നതായി ചൈനീസ് വിദേശകാര്യമന്ത്രി. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യത്തിന് ജയം. ഐസയുടെ നിതീഷ് കുമാർ പ്രസിഡന്റ്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ആൻഫീൽഡിലേക്ക്. ലീഗിൽ 4 മത്സരങ്ങൾ ബാക്കി നിൽക്കെയാണ് ലിവർപൂളിന്റെ വിജയഗാഥ. ചരിത്രം സാക്ഷി. മുഗളർ പാഠപുസ്തകത്തിന് പുറത്ത് ഗ്രീക്കുകാരെക്കുറിച്ച് വിശദമായി പഠിക്കാം. പാഠ്യപദ്ധതിയിൽ അടിമുടി മാറ്റം. ഇന്ത്യക്കാർ 15 വർഷം കൊണ്ട് വാങ്ങിക്കൂട്ടിയത് 12,000 ടൺ സ്വർണം. ലാഭം 60 ലക്ഷം കോടി രൂപ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമ സ്ഥലം വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തു. കോഴിക്കോട്ട് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസ്. പിടിയിലാകാനുള്ളത് 8 പ്രതികൾ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൊല്ലത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ 28-കാരിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്.